സമ്പത്ത് കാലത്ത് തൈ 10 വെച്ച ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. ഈ പഴഞ്ചൊല്ലി കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ഇന്ന് ഞാൻ പറയുന്നത് തൈ വെക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നല്ല, ഞാൻ പറയുന്നത് ഓർഗാനിക് മാർക്കറ്റിംഗിന്റെ കാര്യമാണ്. ആളുകൾ ചിന്തിക്കുന്നത് നമുക്കിപ്പോ നല്ല ബിസിനസ് ഉണ്ടല്ലോ, നമ്മൾ എന്തിനു ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പോ നല്ല ലീഡ്സ് വരുന്നുണ്ടല്ലോ, എന്തിനു മാർക്കറ്റിംഗ് ചെയ്യണം? ഈ ഒരു ചിന്ത നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലീഡ്സ് കിട്ടാതിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ക്രൈസിസിൽ പെടാനുള്ള സാധ്യതയാണ്. അതായത് നമുക്ക് നല്ല ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗിനെ കുറിച്ച് ചിന്തിക്കില്ല, നമുക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കില്ല, നമ്മൾ SEO കുറിച്ച് ചിന്തിക്കില്ല. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സും കുറച്ച് കഴിയുമ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. നിങ്ങൾ നിങ്ങൾക്ക് നല്ല ലീഡ്സ് വരുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ SEO മാനേജ് ചെയ്യുക, ഓർഗാനിക് കോണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്രൂട്ട് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ, ലൈക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയുക റഫറൽ ത്രൂ അല്ലെങ്കിൽ ഔട്ട് ബൗണ്ട് ആയിട്ടുള്ള ലീഡ്സ് ഒക്കെ വരൽ കുറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇൻബൗണ്ട് ആയിട്ടുള്ള ലീഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ കൊടുക്കുന്ന ഒരു എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 6 മന്തോ 7 മന്തോ ഉണ്ടായിരിക്കും. ഈവൻ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ കേസിൽ ഞാൻ എന്താ പറയാ, എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോ നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട് ഓർഗാനിക് കോണ്ടന്റ് ഇട്ടതുകൊണ്ട്. ഞാൻ മുന്നേ ലൈക്ക് എന്താ പറയാ, ഒരു 10 പോസ്റ്റോ 20 പോസ്റ്റോ അല്ലെങ്കിൽ 100 പോസ്റ്റ് ആകുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ എൻക്വയറീസ് കിട്ടില്ല, എനിക്കിപ്പോ വരുന്ന ഈ മെസ്സേജസ് വരില്ല, എനിക്കിപ്പോ വരുന്ന ഈ ബിസിനസ് ഫ്രീലാൻസ് ആയിട്ട് കിട്ടുന്ന ബിസിനസ് വരില്ല. സോ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോണ്ടന്റ് നിങ്ങളൊരു മെയിൻ പ്രയോറിറ്റി ആണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സിന് എൻക്വയറീസ് വരണമെന്നുണ്ടെങ്കിൽ SEO ഒക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ തന്നെ ഫോക്കസ് ചെയ്യണം. കാരണം ഓരോ ഫീൽഡിലും കോമ്പറ്റീഷൻ വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല ഒരു ഫീൽഡിലും, എല്ലാ ഫീൽഡിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡുകൾ പുതിയത് വരികയാണ്, ഓഡിയൻസിന്റെ എന്താ പറയാ പർച്ചേസ് ബിഹേവിയർ മാറുകയാണ്, ആഡിന്റെ ടെക്നോളജീസ് മാറുകയാണ്. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഓർഗാനിക് കോണ്ടന്റ് എല്ലാ കാലത്തും നമുക്ക് ഓർഗാനിക് കോണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. SEO വഴി ചെയ്യാം, അല്ലെങ്കിൽ ഓർഗാനിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി ചെയ്യാം. പല മെത്തേഡ്സ് ഉണ്ട്, ബ്രാൻഡിംഗ് ത്രൂ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലത്ത്. സോ അപ്പോൾ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സിനും ഇതുപോലെ ഇൻസൈറ്റ്സിനൊക്കെ വേണമെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം.